ഇന്ന് ഏപ്രിൽ 10 വെള്ളിയാഴ്ച. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് വേനൽച്ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ പലയിടങ്ങളിലും താപനില സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാൻ സാധ്യത. പാലക്കാട് ഏറ്റവും ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയാകാൻ സാധ്യത. കൊല്ലം 38 ഡിഗ്രി സെൽഷ്യസ് വരെ. അതേസമയം തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ട്. അടുത്ത അറിയിപ്പ്, സൈബർ തട്ടിപ്പുകൾ തടയാൻ പുതിയ നീക്കവുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഓൺലൈൻ പണമിടപാടുകൾക്ക് 1 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഏർപ്പെടുത്തുന്നതടക്കമുള്ള മാറ്റങ്ങളാണ് RBI പരിഗണിക്കുന്നത്. 10,000 രൂപയ്ക്ക് മുകളിൽ പുതിയ ഒരാൾക്ക് പണം അയക്കുമ്പോൾ 1 മണിക്കൂർ കൂളിംഗ് പീരീഡ്. തട്ടിപ്പ് തിരിച്ചറിഞ്ഞാൽ ഇടപാട് റദ്ദാക്കാം. അടുത്തത്, കാൽ സ്വിച്ച്. തട്ടിപ്പിന് ഇരയാകുന്നു എന്ന് തോന്നിയാൽ ഒറ്റ ക്ലിക്കിലൂടെ എല്ലാ ബാങ്ക് ഇടപാടുകളും ഉടൻ മരവിപ്പിക്കാനുള്ള സംവിധാനം. അതുപോലെ തന്നെ 70 വയസ്സിന് മുകളിലുള്ളവർ 50,000 രൂപയ്ക്ക് മുകളിൽ അയക്കുമ്പോൾ വിശ്വസ്തനായ ഒരാളുടെ അനുമതി വേണം. അക്കൗണ്ടുകളിൽ വർഷത്തിൽ സ്വീകരിക്കാവുന്ന തുകയ്ക്ക് പരിധി നിശ്ചയിക്കും. കൂടുതൽ തുക വന്നാൽ ബാങ്കിന് തെളിവ് നൽകേണ്ടി വരും. ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയാൻ RBI കൊണ്ടുവരുന്ന ഈ നിർദ്ദേശങ്ങളിൽ മെയ് 8 വരെ പൊതുജനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കും. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ചാണ്. വ്യാജ ഗുണഭോക്താക്കളെ ഒഴിവാക്കാനും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനുമായി കേന്ദ്ര സർക്കാർ ഫാർമർ ID നിർബന്ധമാക്കിയിട്ടുണ്ട്. 2025 ജനുവരി 1 മുതൽ പുതുതായി അപേക്ഷിക്കുന്നവർക്ക് ഫാർമർ ID നിർബന്ധമാണ്. കേരളം ഉൾപ്പെടെയുള്ള 14 സംസ്ഥാനങ്ങളിൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. പണം തടസ്സമില്ലാതെ ലഭിക്കാൻ eKYC വെരിഫിക്കേഷൻ നിർബന്ധമാണ്. കേരളത്തിലെ കർഷകർക്ക് അഗ്രിസ്റ്റാക്ക് പോർട്ടൽ വഴിയോ അടുത്തുള്ള കൃഷിഭവൻ വഴിയോ ഫാർമർ IDക്കായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. അതേസമയം PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡുവിന്റെ വിതരണം ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ഉണ്ടാവുക. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകൾക്കും PM കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.